എല്ലാവർക്കും അസിൽവാനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നാളികേരമുള്ളവരുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതെന്ന്. എന്നാലും ഒരുപാട് പേര് അറിയാത്തവരുണ്ടായിരിക്കും. ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഇത് കുറേ കാലം ഉപയോഗിക്കാനൊക്കെ നമ്മൾ എങ്ങനെയാണ് എടുത്തു വെക്കേണ്ടത്, അങ്ങനെയൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയുള്ള ഒരു അറിവിലേക്കാണ്. പിന്നെ പലരും പല രീതിയിലാണ് നമ്മൾ രീതി എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ ഉണക്കുന്ന ദിവസങ്ങളിലെ വ്യത്യാസം. ഇപ്പോൾ 5-6 ദിവസം മതി ഉണക്കാൻ. അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ കിട്ടി, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് കുറച്ച് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ, നമ്മൾ എണ്ണയൊക്കെ കേടാവാതെ ഉപയോഗിക്കാവുന്ന ആ ഒരു മെത്തേഡ്, ആ രീതി, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടും നമ്മുടെ പാരൻസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് കുറേ കാലമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു മെത്തേഡ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം 5 ദിവസം കൊണ്ട് ഉണക്കിയിട്ട് വെളിച്ചെണ്ണ എടുത്തവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതിന് ഒരു തെറ്റല്ല പറയുന്നത്, അവരുടെ ഒരു അനുഭവമാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് കാലത്തേക്ക് അതെന്തായാലും ആ വെളിച്ചെണ്ണയ്ക്ക് കംപ്ലയിൻറ്റ് വരും. അതിനകത്ത് ജലാംശം ഉള്ളതുകൊണ്ടാണ് നമുക്കത് കൂടുതലായിട്ട് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാളികേരം പൊളിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വിളഞ്ഞ തേങ്ങ വേണം നമ്മൾ ഇതിന് എടുക്കാനായിട്ട്. അപ്പോഴാണ് കൂടുതൽ നമുക്ക് പിന്നെ നമുക്ക് വീട്ടിലേക്കൊക്കെ എടുത്ത് വെക്കുമ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങിയ ഉണ്ടക്കൊപ്ര കിട്ടും. അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുതും വലുതും ആയതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. പല വ്യത്യസ്തമായിട്ടുള്ള നാളികേരങ്ങളാണ് കിടക്കുന്നത്. ഇനി നാളികേരത്തിന് നമുക്ക് പൊളിച്ച് കഴിഞ്ഞാൽ ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ താഴെ ഇരുന്നിട്ടാണ് ഇത് വെട്ടുന്നത്, ഇനി മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ചാക്കിലാക്കിയിട്ട് വേണമല്ലോ കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ചാക്കിലാക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊപ്രയുടെ ഈ ചിരട്ടയുടെ പുറം ഭാഗത്തുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, മൊരി, അതൊക്കെ ഉള്ളിലേക്ക് വീഴും മൊത്തം മിക്സായിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അത് ഒന്ന് നോക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കളയണം നമ്മളത്. ഇപ്പോൾ പറ്റില്ല. ഒന്നിങ്ങനെ നമ്മളൊരു തുണി എടുത്ത് തുടയ്ക്കുക, അങ്ങനെ മലർത്തി വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്നത്തെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും അതിലെ പൊടിയൊക്കെ നമുക്ക് തട്ടിയെടുത്താൽ പോവാം. അങ്ങനെയുള്ളൂ. നമ്മുടെ മൊത്തത്തിൽ നാളികേരം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ കൊടുന്നിട്ട് നമ്മളിത് ഇങ്ങനെ പല ട്രിപ്പായിട്ട് കൊടുന്ന് ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ അസാധ്യ വെയിലായിട്ടുണ്ട്. ഇത്തിരി നേരം വൈകി നമ്മളൊന്ന് വെട്ടാം. അപ്പോൾ 11 മണിക്ക് ആയി. അപ്പോൾ നല്ല വെയിലാണ്. അന്നത്തെ ഒരൊറ്റ വെയിൽ തന്നെ നമുക്കിതൊക്കെ അടർത്തിയെടുക്കാൻ പറ്റുന്ന തോന്നണം, അത്രയും വെയിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ചെറിയ പൊടികളെന്ന് പറഞ്ഞില്ലേ ഞാൻ, ഇങ്ങനെ മൊത്തത്തിലിടുമ്പോൾ അത് നമ്മൾ കൈയോടെ തുടച്ച് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നന്നായിരിക്കുക. അല്ലാച്ചെങ്കിൽ അത് ഒരു പാട് തന്നെയാണ്. അല്ലാച്ചെങ്കിൽ വൈകുന്നേരം നമ്മൾ കുത്തിയെടുക്കുന്ന സമയത്ത് നോക്കിയാലും മതി കേട്ടോ. ഈ വെയിലത്തിരുന്ന് കുളിക്കാമെന്നല്ല തുടയ്ക്കാമെന്ന് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇനി നല്ല നമുക്ക് നിരത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാം ഒരേപോലെ തന്നെ മലർത്തി വെക്കുക. ഇന്നോ അല്ലെങ്കിൽ ഇപ്പം ഇന്ന് വൈകുന്നേരം ഇപ്പോൾ അടർന്ന് കിട്ടിയതൊക്കെ ഇന്ന് വൈകുന്നേരം തന്നെ എടുക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ. എന്തായാലും നമുക്ക് ആ ഒരു ചൂടിൽ പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ ആകുമ്പോഴും അത് നമുക്ക് എടുക്കാൻ കിട്ടും. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇതിന്ന് കുത്തിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ദിവസമാണ് ഇതിന് ഏറ്റവും നല്ലത്. ോട് കൂടിയാവുമ്പോൾ നമുക്ക് ടാർപ്പായിൽ ഇട്ട് കൊടുക്കണ്ട, ഡയറക്റ്റ് ടെറസിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ വല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചിരട്ടിയുള്ള കാരണം കാക്കരാജാക്കന്മാർ വരില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വല ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ അവർ അങ്ങോട്ട് ഇങ്ങോട്ട് കൊത്തി വലിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഒരു ചെറിയ വല ഇട്ട് കൊടുക്കുക, നമുക്ക് പോവാം. അപ്പോൾ എല്ലാം നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായി, അത്യാവശ്യം നന്നായിട്ട് ഒരു ഇതൊക്കെ ഒന്ന് ഉണങ്ങി വന്ന പോലെ ആയിട്ടുണ്ട്. അത്ര നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പൊടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല വിളഞ്ഞ നാളികേരം എടുക്കാൻ പറയുന്നത്. ഈ ടൈമൊക്കെ ആകുമ്പോൾ വിളയാത്ത നാളികേരമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി ആകെ വൃത്തികേട ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല വിളഞ്ഞത് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിൽ കുറേ അടർന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നല്ല വേനൽക്കാലം ആയ കാരണം തന്നെ ഞാനിത് നമ്മൾ ചാക്കിൽ കയറ്റി വെക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നാളെ നമ്മൾക്ക് ഒരു ചെറിയ വഴുക്കലും ഇതൊക്കെ വരും. നല്ല ഇതുണ്ടല്ലോ, അപ്പോൾ അത് മഴയൊന്നും പെയ്യില്ലാന്ന് വിചാരിക്കണം. നമ്മൾ കമിഴ്ത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എടുക്കാൻ പറ്റുന്നത് എടുക്കുക, അല്ലാത്തതൊക്കെ കമിഴ്ത്തി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കോരി നമ്മളെടുത്ത് വെക്കാനില്ല. എന്നിട്ട് സേഫ്റ്റിക്ക് അതിൻ്റെ മുകളിലൊരു ടാർപ്പായിട്ട് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കുത്തുകയെന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മരത്തിൻ്റെ ഒരു സംഭവം വീതി കൂടിയത്, അതിനൊരു എന്തൊരു പേര് പറയും, അങ്ങനത്തെ കൊണ്ടാണ് ശരിക്കും ഇത് കുത്തിയെടുക്കുക. ഞാനിവിടെ അങ്ങനെ കനമുള്ള അങ്ങനത്തെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് എടുക്കാറ്. ഇതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ നല്ല വെയിറ്റ് കൂടിയ അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ തട്ടിപ്പൊട്ടിച്ചാൽ നമുക്ക് ഒരു കേടുമില്ലാണ്ട് തന്നെ പൊളിഞ്ഞ് കിട്ടും. ചില ഭാഗങ്ങളിലെ ഈ ടൈമിൽ തന്നെ ഇങ്ങനെ ചെത്തിയിടും. അതായത് കൊപ്രേനെ ചെറിയ കഷ്ണങ്ങളാക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പറയുക, കൊപ്ര കുത്തണ സമയത്ത് തന്നെ ഉണ്ടയായിട്ട് തന്നെ അത് ചെയ്ത് അടർന്ന് കിട്ടണം എന്നാണ് പറയുക കേട്ടോ. പൊട്ടാതെ അടർന്ന് കിട്ടണം എന്നാണ് പറയുക. നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് വെട്ടി കൊടുക്കാറുള്ളൂ. കൊപ്ര ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ വെട്ടുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് തന്നെ അടർത്തി എടുത്ത് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ എല്ലാം ഇപ്പോൾ അടർത്തി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം തന്നെ ഫുള്ള് എല്ലാ ഇതും നമ്മൾ അടർത്തിയിട്ടിട്ടുണ്ട്. ഇത് മൂന്നാം ദിവസം പകലാണ് കേട്ടോ. ഇനി നമുക്ക് ടാർപ്പായിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അധികം പൊടിയും ഇതൊന്നും നമ്മൾ കുത്തി കഴിഞ്ഞാൽ പിന്നെ അടർത്തിയിരുത്തി കഴിഞ്ഞാൽ പിന്നെ ടാർപ്പായിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് നല്ല വലയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം അല്ലെങ്കിൽ ഇനി കാക്കയൊക്കെ എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരു 14 വെയിൽ, 15 വെയിൽ എന്നാണ്. പിന്നെ അതിൽ കൂടുതൽ വെയിൽ കൊള്ളിക്കാൻ പാടില്ല. വെട്ടാൻ 15-ാം ദിവസം കൊണ്ടുപോവുകയാണെങ്കിൽ 15-ാം വെയിലും കൂടി കൊള്ളിച്ചിട്ട് നമ്മൾ വെട്ടുക, കൊടുത്തയക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന രീതി. അതുകൊണ്ട് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് 15-ാം ദിവസം കാണാം. നമ്മുടെ കൊപ്രയൊക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആട്ടാൻ കൊടുത്തയക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെട്ടാണ് പതിവ്. അപ്പോൾ ഈ സമയത്താണ് വെട്ടിയിടുക. അങ്ങനെയാണ് നമ്മൾ കൊടുത്തയക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്ന മില്ലിൽ ഇത് വെട്ടാണ്ട് കൊണ്ടു ചെന്നാലും നമുക്ക് അവർ ആട്ടിത്തരും. 2-3 രൂപ കൂടും തോന്നുന്നു കിലോന്. അങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾ അങ്ങനെ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട് വെച്ചെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിങ്ങനെ വെട്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് വേണ്ട. ഉണങ്ങിയ കൊപ്ര വെട്ടുമ്പോൾ അത്യാവശ്യം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും മുട്ടിയുമോ വെച്ചിട്ട് വെട്ടി അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഉണക്കുന്ന രീതിയിലെ വ്യത്യാസം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതിങ്ങനെയുണ്ട് വ്യത്യാസം. ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ അവർ ചെത്തിയിടും നോർമലി ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ചെത്താൻ സുഖമായിരിക്കും. ഉണങ്ങി കഴിയുമ്പോൾ വെട്ടുന്ന ബുദ്ധിമുട്ടിനായിട്ടും എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. കാരണം അങ്ങനെ കുത്തുമ്പോൾ തന്നെ ഇങ്ങനെ പൊളിഞ്ഞു പോരരുതെന്നാണ് പറയുക. എണ്ണ നഷ്ടപ്പെടും എന്നാണ് പറയുക അങ്ങനെ ചെത്തിയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് വരെ ഈ ഒരു ഇതിൽ ആക്കുന്നത് കേട്ടോ. നമ്മൾ കൊപ്ര ഉണക്കാനായിട്ട് ആദ്യമായിട്ട് വെക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് ആട്ടാൻ കൊണ്ടുപോകുമ്പോൾ ഉള്ള ആ ജഗ് ഉണ്ടല്ലോ, അത് നമ്മൾ വൃത്തിയായി കഴുകിയിട്ട് വെയിലത്ത് വെക്കുക. അപ്പോൾ ഈ കൊപ്രയൊക്കെ ഉണങ്ങി വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരിക്കും. നല്ല ക്ലീനായ പാത്രങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തയക്കാൻ പാകത്തിനാക്കി വെക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് മുമ്പത്തെ പ്രാവശ്യം ആട്ടി കൊടുക്കുന്ന അതിൽ എണ്ണ ഇന്ന് കഴിയണോ അപ്പം തന്നെ നമ്മളത് കഴുകി വൃത്തിയാക്കി സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വെക്കണം. അല്ലാത്ത പക്ഷം അതിന് ആ പാത്രത്തിൽ തന്നെ ഒരു സ്മെല്ല് വരും. പിന്നെ അത് പൂവില്ല. നമ്മളെ എത്ര കാലം കഴിഞ്ഞ് നമ്മൾ എങ്ങനെ കഴുകിയാലും അത് പൂവില്ല. അപ്പോൾ എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ എണ്ണ എപ്പോൾ കഴിയണോ അപ്പം തന്നെ നമ്മൾ വൃത്തിയാക്കി വെക്കുക. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എണ്ണ ആട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഇനി ആട്ടിക്കൊണ്ടുവരുമ്പോൾ ആകെ കലങ്ങി ഇതായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 2 വലിയ പോണിയിലായിട്ടാണ് വെക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് വെച്ചിട്ട് വെയിലത്ത് എണ്ണ തെളിയാനായിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ എണ്ണ ഒരുവിധം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. 2 ദിവസം ഒന്ന് അടങ്ങിയിരുന്നപ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെള്ളം നനവോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് പൊക്കോട്ടെ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 225 നാളികേരം എന്ന് പറഞ്ഞത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊപ്ര ഒരു 36-37 കിലോനായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജഗ്ഗും ഈ പാത്രമൊക്കെ കൂടിയിട്ട് നമുക്ക് 19,360 അങ്ങനെയാണ് വെയിറ്റ് കണ്ടത്. ബാക്കി നമുക്ക് തേങ്ങാപ്പിണ്ണാക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മുടെ സുന്ദരിക്ക് ഇവിടെ ആവശ്യത്തിന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ആട്ടുംകുട്ടിയുണ്ട്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇനി എണ്ണ നന്നായി ചൂടാക്കിയിട്ടപ്പോൾ നമ്മൾ ഈ എണ്ണ ഒഴിച്ച് വെക്കുമ്പോഴില്ലേ, എണ്ണ ഇതിലേക്ക് പകർത്തിയതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ആ ജഗ്ഗ് വൃത്തിയാക്കി കഴുകി എന്നിട്ട് വേണം ഇനി എണ്ണ അതിലേക്ക് പകർത്തി വെക്കാനായിട്ട് കേട്ടോ. വെയിലത്ത് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വല ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇനി വല്ല ഇലയോ പൊടിയോ എന്തെങ്കിലുമൊക്കെ വീഴും, നല്ല കാറ്റുണ്ട്, അപ്പോൾ അത് കാരണം ഒരു വല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ജഗ് ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് ഇത് പകർത്തി വെച്ച് കൊടുക്കുക. കീടത്തിൽ നിന്നുള്ള എണ്ണ നമ്മൾ ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുക. കീടത്തിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരും, അത് നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെച്ചാൽ മതി. എല്ലാത്തിൻ്റെ അടിഭാഗം ആ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് തെളിഞ്ഞത് എടുക്കുക. ഇത് നമുക്ക് എടുത്തു വെക്കാനായിട്ട് ഉപയോഗിക്കാം. എടുത്തു വെക്കുന്ന എണ്ണയിൽ ഒരു കുറച്ച്, ഇപ്പോൾ ഇത്രയും എണ്ണയുണ്ടല്ലോ, ഒരു ടീസ്പൂണോളം കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ചിലപ്പോൾ കുരുമുളക് ജസ്റ്റ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയോ അല്ലെങ്കിൽ മുഴുവൻ കുരുമുളകായിട്ടോ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പുളി ഇട്ട് കൊടുക്കുന്നവരുണ്ട്, ശർക്കര ഇട്ട് കൊടുക്കുന്നവർ, കല്ലുപ്പ് ഇട്ട് കൊടുക്കും. കുരുമുളകാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കതിൽ ഏത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്നിട്ട് വൃത്തിയായി സൂക്ഷിച്ച് എടുത്ത് വയ്ക്കുക. വെള്ളം നനവൊന്നും ഇല്ലാതെ നമ്മൾ സൂക്ഷിച്ച് ഭദ്രമാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറേ കാലത്തേക്ക് എണ്ണ സൂക്ഷിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ എണ്ണയൊക്കെ ആട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളാണ് ചെയ്തെടുത്തത്. അപ്പോൾ പൊളിച്ചതും അതുപോലെ ഉണക്കിയതും ഒക്കെ ഇതൊക്കെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ എത്രത്തോളം ലാഭം ഇതിനകത്ത് ഉണ്ടാവും എന്നറിയില്ല. അതുപോലെ തന്നെ ആട്ടിയെടുക്കാവുന്ന കാശും അങ്ങനെ പല ഇതുണ്ട്. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്കിതിലെ തേങ്ങാപ്പിണ്ണാക്ക് കിട്ടി. നമ്മുടെ വീട്ടിൽ അതിന് ഇതുള്ള കാരണം, ആടുള്ള കാരണം നമുക്കത് കുഴപ്പമില്ല. അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലുള്ളവർക്ക് അറിയാം, അല്ലാത്തവർ ഒരു അറിവിലേക്കുമായിട്ട് ഇത് എടുത്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.